സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സുറുമി, ഇതും കൂടെ കഴിക്കടാ. ഹന ടേബിളിലെ പലഹാരങ്ങൾ ഒരു പാത്രത്തിൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടടി, ഞാൻ കഴിച്ചു, വയറ് നിറഞ്ഞു. സലുക്ക പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഇത്തിരി നേരമായി. ഞാൻ ഇറങ്ങട്ടെ, നാളെ കാണാം. സുറുമി ധൃതി കൊട്ടി ബാഗെടുത്ത് എഴുന്നേറ്റു. ഉമ്മ, സുറുമി ഇറങ്ങാ. ഹന അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മോളെ ഇറങ്ങാണോ? കഴിച്ചില്ലേ? ഇനി എന്നാ ഇങ്ങോട്ട്? അവർ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവളിനെ എക്സാം തീരുന്നവരെ വന്നുകൊണ്ടിരിക്കുമ്മീ. ഹന ഉമ്മാൻ്റെ തോളിലൂടെ കൈയിട്ട് മറുതോളിൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിങ്ങോട്ട് മാത്രമല്ല, നിനക്ക് അങ്ങോട്ടും വരാട്ടോ. അതിനെങ്ങനെ ആൻറ്റി? അവൾക്ക് അവളുടെ റൂമിലിരുന്ന് പഠിച്ചാലേ തലയിൽ കയറുള്ളൂ പോലും. സുറുമി വാഷ് ബേസിൽ നിന്ന് കൈ കഴുകി ഹാങ് ചെയ്തിരുന്ന ടർക്കിയെ കൈ തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് ഹനയുടെ ഇക്കാക്ക നിഹാൽ വന്നത്. അതെങ്ങനെയാണ് കുട്ടി? ഇവളും ഇവളുടെ റൂമും കെട്ടിച്ചു വിടുമ്പോൾ റൂമും കൂടെ കൊണ്ടുപോകുമോ? നിഹാൽ ടേബിളിലിരുന്ന് ഫ്ലാസ്കിൽ നിന്ന് ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. ആര് പറഞ്ഞു കെട്ടിച്ചുവിടാൻ? പിന്നെ നിന്നെ പൊരുത്തിന് വെക്കണോ? അയ്യടാ, പൊരുത്തിന് വെക്കാനല്ല, എനിക്ക് കണ്ണൂർ ചെക്കന്മാരെ മതി. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകും വേണ്ട, എനിക്ക് എൻ്റെ റൂം കിട്ടുകയും ചെയ്യും. ഹന നാണം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ മീ, +2 എത്തിയിട്ടുള്ളൂ, ഇപ്പം തന്നെ കണ്ടില്ലേ പെണ്ണിൻ്റെ പൂതി. അവൻ നമ്മളുടെ മുഖത്ത് നോക്കി കോക്കറി കാണിച്ചു. ആര് പറഞ്ഞു കെട്ടിച്ചുവിടാൻ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പാപ്പച്ചി തന്നെയല്ലേ നിർബന്ധിച്ച് കൊമേഴ്സ് എടുപ്പിച്ചത്. അതാകുമ്പോൾ ഡിഗ്രി 2nd ഇയറോ 3rd ഇയറോ ആകുമ്പോൾ കെട്ടിച്ചുവിടാലോ. പെൺകുട്ടികൾ പഠിക്കാനൊന്നും പോകണ്ടെന്നാ പാപ്പച്ചിയുടെ നിലപാട്. ആവശ്യത്തിനുള്ള പഠിപ്പ് മതിയെന്ന്. പെൺകുട്ടികൾ കൂടുതൽ പഠിച്ചാലേ ഹുങ്ക് കൂടുമെന്ന് ഉമ്മ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ കെട്ടിയവൻ ഇപ്പോഴും ഓൾഡാണ്, ഓൾഡ്. ഉമ്മി, ഇവളാകെ പഠിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. ഇപ്പം തന്നെ പെണ്ണിന് ഹുങ്ക് കൂടുതലാ. നിഹാൽ വിടാനുള്ള ഭാവമില്ലായിരുന്നു. ഇക്കാക്ക, ഹനക്ക് ദേഷ്യം വന്നു. നീ ഒന്ന് പോയേ. നവി, അവളെ ചൂടാക്കാതെ. ആവശ്യത്തിനുള്ള പഠിപ്പൊക്കെ പഠിപ്പിക്കും. പിന്നെ കെട്ടിച്ചു വിട്ട അവൾക്ക് ഇഷ്ടമുണ്ടേ പഠിച്ചോ, ആര് ചോദിക്കാനും വരില്ല, അല്ലേ മോളെ? ഹന നവിയുടെ മുഖത്തേക്ക് നോക്കി കോക്കറി കാണിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള പഴംപൊരി തട്ടിപ്പറിച്ചു. ഡീ, അവൻ വിളിച്ചപ്പോഴേക്കും ഹന മെയിൻ ഹാളിലേക്ക് ഓടിയിരുന്നു. പതുങ്ങിച്ചിരിക്കുന്ന സുറുമിയെ നോക്കി. ഇതിവിടുന്ന് പതിവാണ്, രണ്ടും കൂടെ ഒന്നും തല്ലാണ്. അവിടെ എങ്ങനെയാണോ എന്ന് ഉമ്മച്ചി ചോദിക്കുമ്പോൾ എല്ലാവരും ഭംഗിയുള്ള പുഞ്ചിരിയിൽ ഒതുക്കിക്കൊണ്ട് മെയിൻ ഹാളിലേക്ക് നടന്നു സുറുമി. കൂടെ ഉമ്മിയും. സുറുമിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഹന മറിയം, ഹാരിസിൻ്റെയും ഫരീഹയുടെയും രണ്ടാമത്തെ മകൾ. ആദ്യത്തെ മകൻ നിഹാൽ ഹാരിസിൻ്റെ ഒരു പ്രവാസിയും കൂടിയാണ്. സുറുമി വീട്ടുകാർക്ക് റൂമിയാണെങ്കിൽ കൂട്ടുകാർക്ക് സുറുമി തന്നെയാണ്. വലിയടത്ത് അഹമ്മദ് ഹാജി, ഫാത്തിമ ബീഗം എന്നിവയുടെ ഇളയ മകളാണ് സുറുമി അഹമ്മദ്. വലിയ മകൾ സമീർ അഹമ്മദ് കല്യാണം കഴിച്ച കുടുംബമായി ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഭർത്താവ് റംസാൻ കുരിയാൻ, മക്കൾ ഫൈറും ഫഹീമും. രണ്ടാമത്തെ മകൻ സൽമാൻ അഹമ്മദ്, സുറുമിയുടെ മാത്രം സുലുക്ക. ഹന ക്ലാസ് കണ്ടപ്പോൾ ആണെങ്കിലും സുറുമി എബോവ് ആവറേജ് ആണ്. എക്സാം അടുത്തതിനാൽ ഞായറാഴ്ച ഹനയുടെ വീട്ടിൽ വെച്ചാണ് പഠനം. ഹനയുടെ കൂടെ ഇരുന്ന് പഠിച്ച അതിന് പ്രത്യേക ഫീലാണെന്നാണ് സുറുമിയുടെ പക്ഷം. നിഹാൽ രണ്ടുപേരെയും നിങ്ങൾ സംസാരിക്കാനാണ് ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഹന വിട്ടുകൊടുക്കാറില്ല. നിഹാൽ MBA കഴിഞ്ഞ് ബാംഗ്ലൂരിൽ കമ്പനിയിലാണ്. എല്ലാ വീട്ടിലെയും പോലെ ഹനയും നിഹാലും പ്രത്യക്ഷത്തിലെ ശത്രുക്കളാണെങ്കിലും ഉള്ളിലുള്ള സ്നേഹം രണ്ടുപേരും പ്രകടിപ്പിക്കാറില്ല. ഹന എല്ലാവരോടും വേഗം കൂട്ടുകൂടുന്ന ആളാണ്. എന്നാൽ സുറുമിയുടെ ലോകം അവളുടെ വാപ്പച്ചിയും ഉമ്മച്ചിയും സൽമാനുമാണ്. ഫ്രണ്ടായിട്ട് ഹനയും. സൽമാനും ഹനയുമാണ് അവളുടെ മനസ്സോഷിപ്പിക്കാർ. വീട്ടിൽ സൽമാനാണെങ്കിൽ സ്കൂളിൽ അത് ഹനയാണ്. ഇന്ന് വരുന്നത് അറിഞ്ഞില്ല, അടുത്ത ആഴ്ച വരുമ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാന്നൊക്കെ ഉമ്മയുടെ പരിഭവത്തിൽ അടുത്ത ആഴ്ച ഹന പറയാറുള്ള ഉമ്മയുടെ സ്പെഷ്യൽ മീൻ ബിരിയാണി ഉണ്ടാക്കി തന്നെ കഴിച്ചിട്ടേ പോകുള്ളൂന്ന് സുറുമി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. ഉമ്മയോട് ഹനയോട് സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. സൽമാൻ നഴ്സിംഗ് അവസാന വർഷം വിദ്യാർത്ഥിയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ അവൻ അവരുടെ തന്നെ ഫർണിച്ചർ കമ്പനിയിൽ പോകും. നഗരത്തിലെ തന്നെ ഒട്ടുമിക്ക ഫർണിച്ചർ കടകളിലേക്കും വലിയടത്ത് ഗ്രൂപ്പ്സിന്റെ ചുമതലയിലാണ് ഫർണിച്ചർ നിർമ്മാണം. ഗേറ്റ് അടച്ചതിനാൽ പുറത്തായിരിക്കും സൽമാൻ നിൽക്കുക. ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത് വിളിച്ചിട്ട് കുറച്ച് നേരമായി. ചായ കുടിക്കാതെ ഹനയുമ്മയും വിട്ടില്ല. ഓരോന്നോർത്തുകൊണ്ട് അവൾ നടന്നു. ഗേറ്റിന് സൈഡിൽ ഒരാൾക്ക് നടക്കാൻ പാകത്തിൽ ചെറിയൊരു ഗേറ്റുണ്ട്. വാച്ചിൽ സമയം കൊണ്ടിട്ടിരിക്കുന്ന ഷാള് നേരെയാക്കി പകുതി തുറന്നു വെച്ച ഗേറ്റിൽ കൂടെ ധൃതിപ്പെട്ട് അവൾ കാലെടുത്ത് വെച്ചതും എന്തോ ഒന്നിൽ അവളുടെ തല ഇടിച്ചു. ഇടിച്ച ഭാഗം കൈവച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്നു. കവിൾ പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന 2 കണ്ണുകളെയാണ് അവൾ കണ്ടത്. സോറി, അറിയാതെ, പെട്ടെന്ന്. അവൾ എന്തു പറയണമെന്ന് അറിയാതെ നിന്നു. കുഴപ്പമില്ല, അവനവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവളും തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പിറകിലേക്ക് തന്നെ മാറി നിന്നു. അവൾ ഗേറ്റ് കടന്ന ശേഷം അവളും കിടന്നു. സൽമാനെ കാത്ത് ഗേറ്റിന്റെ സൈഡിലായി നിൽക്കുമ്പോൾ അവളുടെ ചിന്ത കുറച്ചു മുമ്പ് നടന്ന കാര്യത്തിൽ തന്നെയായിരുന്നു. ധൃതി കൂട്ടി നടന്നതുകൊണ്ട് കുറച്ച് ശക്തയാണ് തലയിടിച്ചത്. അയാളുടെ കവിളിലാണ് ഇടിച്ചതെന്ന് തോന്നുന്നു. ആദ്യമാണ് സലുക്ക ഇല്ലാത്ത ഒരാളെ ഇത്ര അടുത്തുനിന്ന് കാണുന്നതും സ്പർശിക്കുന്നതും. അവൾക്ക് ഓർക്കുന്നതും ചമ്മൽ തോന്നി.
ഇതേസമയം മഷൂദിന്റെ മനസ്സിലും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം തന്നെയായിരുന്നു. മെയിൻ ഗേറ്റ് അടച്ചതിനാലാണ് ബൈക്ക് സൈഡിൽ ഒതുക്കി വെച്ച് ചെറിയ ഗേറ്റ് വഴി കയറിയത്. ചാവി പാന്റിന്റെ പോക്കറ്റിലിട്ട് പാതി തീർന്ന് ഗേറ്റ് കടക്കാൻ വേണ്ടി കാലുയർത്തിയതും കവിളിൽ എന്തോ വന്നിടിച്ചു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായപ്പോഴേക്കും മുന്നിൽ മുറുകെ പിടിച്ച കണ്ണുകളാണ് കണ്ടത്. അത് തുറന്നപ്പോൾ കണ്ടു സുറുമയിട്ട കറുപ്പ് കണ്ണുകൾ. ഇടത് കണ്ണിൽ അധികം കാണാൻ പറ്റാത്ത, എന്നാൽ അടുത്തു നിന്ന് നോക്കുമ്പോൾ മാത്രം കാണുന്ന നീലമഷി വെള്ളത്തിൽ കലർത്തിയുള്ള പോലെയുള്ളൊരു മറുക്. കണ്ണിൽ ചെറുതായി മഷി കലർത്തിയ പോലെ ഒരു ഇഴിമുടി കാണാതെ ഇട്ടിരിക്കുന്ന തട്ടം. ഇളം പച്ചക്കളർ തട്ടത്തിൽ പൊതിഞ്ഞ മുഖം. നന്നെ വെളുത്തിട്ടില്ലെങ്കിലും മുഖത്തിനെ കണ്ണുകൾക്കൊരു പ്രത്യേക ഭംഗി തോന്നി അവൻക്ക്. ഇളം റോസും വെള്ളയും നിറമുള്ള വരവച്ച പോലെയുള്ള ചുണ്ടുകൾ. മൂക്കിന്റെ ഇടതുഭാഗത്തായി ഇളം കാപ്പി നിറമുള്ള കുഞ്ഞു കാക്കപ്പുള്ളി. ചമ്മരോട് സോറി എന്ന് പറഞ്ഞപ്പോൾ ഭംഗിയുള്ള പല്ലുകളും കണ്ടു. ചിന്തകളെ കൈഞ്ഞാണിട്ടുകൊണ്ട് നിർത്തിക്കൊണ്ട് അവൻ വീട്ടിലേക്ക് കയറി. അപ്പോഴും എന്തെന്നില്ലാത്തൊരു ഇളം പുഞ്ചിരി ആ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. തുടരും. അപ്പോൾ അവന്തികയുടെ ആദ്യ കഥയാണ് നിങ്ങളെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റാണ്. എല്ലാവരും അഭിപ്രായം പറയുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക അടുത്ത ഭാഗത്തിനായി. അപ്പൊ കാണാം, വീണ്ടും കാണാം. ബൈ ബൈ.